നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു 3 ഓൾട്ട് കോയിൻസിനെ പറ്റിയിട്ടാണ്. ടെക്നിക്കലി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 3 ഓൾട്ട് കോയിൻസിനെ പറ്റി മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഏതാണ് കോയിൻ എന്ന് കാണുമ്പോഴേക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഓരോ കോയിനുകളിലും എൻട്രി എടുക്കേണ്ടത്, അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് അവലാഞ്ച് എന്ന് പറയുന്ന കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 12ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 6610 രൂപയാണ് അതിൻ്റെ കറണ്ട് പ്രൈസ്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 11,063 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കോയിനാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം, അതായത് നവംബർ 2-ാം തീയതി അവലാഞ്ചിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവലാഞ്ചയുടെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു അപ്പ് മൂവ്മെൻറ്റ് അവലാഞ്ചയിൽ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവലാഞ്ചയിൽ. അതിനുശേഷം വീണ്ടും ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി അവലാഞ്ച ഒരു ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 2 റെഡ് ക്യാൻഡിൽ, നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇവിടെ ഇത് നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് വളരെ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ തൊട്ട് മുൻപത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസിന് ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പല വീഡിയോകളിലും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആ ഒരു ഏരിയ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് നല്ല രീതിയിൽ ഇവിടെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണുള്ളത്. ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 2 തവണ പ്രൈസിന് ഇവിടെ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ പ്രൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വീണ്ടും ഇവിടേക്ക് വരുന്നുണ്ട്, വീണ്ടും ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ളൊരു ഡൗൺ ട്രെൻഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കൺജസ്റ്റഡ് ഏരിയ ഉണ്ട്, പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയ്ക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും. അതായത് ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെയായിരിക്കും. അതായത് ഈ ഒരു $135 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ട്, അതായത് ഏകദേശം ഒരു $65 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു പ്രൈസിൽ നിന്ന് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 54% പ്രോഫിറ്റ് നമുക്കിവിടെ ആയി കഴിഞ്ഞു. ഞാൻ വീണ്ടും ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ചാർട്ടിൽ കാണാം. നിങ്ങൾ നമ്മുടെ ഫിബൊനാച്ചിയുടെ വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഫിബൊനാച്ചി ടൂൾ ഈ രീതിയിൽ കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഓക്കെ, ഫിബൊനാച്ചി ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഏരിയയ്ക്ക് അകത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയയ്ക്ക് അകത്ത് പ്രൈസിന് നല്ല രീതിയിലുള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു ഗോൾഡൻ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ടാർഗറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു $135 എന്ന് പറയുന്ന ആ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന പ്രൈസ് തന്നെയാണ്. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 0.27 എന്ന് പറയുന്ന ഒരു ലെവലാണ്. അതായത് $151 എന്ന് പറയുന്ന പ്രൈസിലേക്ക് അവലാഞ്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് $176 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടാർഗറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ ഒരു ഓൾ ടൈം ഹൈ, അതായത് $135.
പിന്നീട് വരുന്നത് $150, പിന്നീട് വരുന്നത് $175. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടാർഗറ്റോടെ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് $65. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഏരിയാസ് എല്ലാം ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചുകൾ, ഈ സപ്പോർട്ട് ഏരിയാസും ഈ ഒരു ഓൾ ടൈം ഹൈ ഏരിയാസും അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസുകളും എല്ലാം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയാസ് എല്ലാം, ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചുകളും ഈ ഏരിയാസ് എല്ലാം തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഏരിയാസിൽ നിങ്ങളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് സ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 25ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. കറണ്ട് പ്രൈസ് വെറും 20 രൂപ മാത്രമുള്ള ഒരു കോയിനാണ് സ്റ്റെല്ലാർ എന്ന് പറയുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 60 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. 60 രൂപയിൽ നിന്ന് ഏകദേശം ഒരു 20 രൂപയിലേക്ക് വില ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു കോയിനാണ് സ്റ്റെല്ലാർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം കാണാനായിട്ട് പറ്റും. സ്റ്റെല്ലാർ ഇപ്പോൾ ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു 0.41 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 0.21 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയയുമാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 0.41 എന്ന് പറയുന്നത് ഒരു ടാർഗറ്റായിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും, ഒരു ഷോർട്ട് ടൈം എൻട്രി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഷോർട്ട് ടൈം എൻട്രിയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു 50% പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ഷോർട്ട് ടൈം ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതല്ല, നമ്മൾ കുറച്ചുകൂടെ ഒരു പൊസിഷണൽ ട്രേഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള റിജക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസിന് നല്ല രീതിയിൽ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് താഴോട്ട് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ വീണ്ടും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം ഒരു 158% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഏത് രീതിയിലാണ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട്, അതായത് ഏകദേശം 0.17 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ 0.71 എന്ന് പറയുന്ന ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ട് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. നിങ്ങൾ സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ഇവിടെ ആയിരിക്കും ഒരു എൻട്രി എടുക്കുന്നുണ്ടാവുക, ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുമ്പോഴായിരിക്കും നിങ്ങളൊരു എൻട്രി എടുക്കുന്നുണ്ടാവുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പ്രൈസ് നിങ്ങളുടെ എൻട്രി പ്രൈസിൽ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ജസ്റ്റ് കയറ്റി വയ്ക്കുന്നു. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നിങ്ങളുടെ പൊസിഷൻ അവിടെ സേഫാണ്. നിങ്ങളുടെ എൻട്രി പ്രൈസും നിങ്ങളുടെ എൻട്രി പൊസിഷനും എല്ലാം സേഫാണ്. നിങ്ങൾക്ക് അവിടെ ഒരു പ്രോഫിറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെല്ലാറിൽ ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് സ്റ്റാക്സ് എന്ന് പറയുന്ന ഒരു കോയിനാണ്. 55 റാങ്കിൽ നിൽക്കുന്ന, മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 55 റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് സ്റ്റാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 154 രൂപയാണ് അതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 273 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റാക്സിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു USDT പെയറിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബൈനാൻസിലെ ഒരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാക്സ് കറൻ്റ്ലി ഒരു അപ് ട്രെൻഡിലാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, നല്ല രീതിയിൽ പ്രൈസ് റിജക്റ്റ് ആവുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് മുകളിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, ബയേഴ്സിന് സാധിക്കുന്നില്ല. എന്നാൽ വളരെ വലിയ രീതിയിൽ പ്രൈസിന് താഴോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ സെല്ലേഴ്സിനും സാധിക്കുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇവിടെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവാൻ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അവിടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക്, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുക.
ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഏകദേശം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ രീതിയിലാണ്. ഇവിടെ വീണ്ടും ഒരു റിജക്ഷൻ സംഭവിക്കും, ഇവിടെ റീടെസ്റ്റ് ചെയ്യും, ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് താഴെയായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ദെൻ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. സ്റ്റാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കറൻ്റ് പേടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല, കാരണം അത് കറൻ്റ് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്, കാരണം നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് വോളിയം ഇവിടെ കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരു ബ്രേക്ക് ഔട്ടോട്ട് സംഭവിക്കും, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ട് റിസർച്ചും കാര്യങ്ങളും നടത്താം, അതിനുശേഷം മാത്രം ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു 3 ഓൾട്ട് കോയിൻസിനെ പറ്റിയിട്ടാണ്. അതിൽ ഏത് രീതിയിലാണ് എൻട്രി എടുക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക.